ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി നടത്തിയ റെയ്ഡിൽ MDMAയുമായി യുവാവും യുവതിയും എക്സൈസിന്റെ പിടിയിൽ. കൊല്ലം സ്വദേശി മുഹഷീബ്, തൃശൂർ സ്വദേശി അഷിക തൻവീർ എന്നിവരാണ് പിടിയിലായത്. 6.03 ഗ്രാം MDMAയും പിടിച്ചെടുത്തു. പെരുമ്പാവൂരിൽ ലഹരി വിൽപ്പന നടത്തിയ സ്ത്രീയും പിടിയിലായി. അസം സ്വദേശി നജ്മ ബീഗമാണ് പിടിയിലായത്. ഇവർ പരസ്യമായി ലഹരി വിൽപ്പന നടത്തിയിരുന്നു. ലഹരി കുത്തിവയ്ക്കുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. അതേസമയം കോഴിക്കോട് പന്തീരങ്കാവ് ദേശീയപാതയിലെ ടോൾ പ്ലാസയിൽ ഇന്നു പുലർച്ചെ ഡാൻസ് അപ്പ് നടത്തിയ വാഹന പരിശോധനയിൽ കാറിൽ കൊണ്ടുവരികയായിരുന്ന ഹാൻസ് കൂൾ എന്നിവ പിടികൂടി. കാറിൽ ഉണ്ടായിരുന്ന മംഗലാപുരം സ്വദേശി അബ്ദുസ് സക്കീറിനെ കസ്റ്റഡിയിലെടുത്തു. പ്രാഥമിക ചോദ്യം ചെയ്യലിൽ മൈസൂരുവിൽ നിന്ന് വാങ്ങി കോഴിക്കോട് വഴി എറണാകുളത്തേക്ക് കൊണ്ടുപോകുന്നതാണ് പിടിച്ചെടുത്ത ഹാൻസ് എന്നാണ് ഇയാൾ അറിയിച്ചത്. മാസത്തിൽ ഏകദേശം 8 തവണയോളം ഇത്തരത്തിൽ ലഹരി കൊണ്ട് പോകാറുണ്ടെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു. എറണാകുളത്തെ വിവിധ ഇടങ്ങളിൽ എത്തിച്ച ശേഷം കച്ചവടക്കാർക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഉൾപ്പെടെ ഉള്ളവർക്കും കൈമാറുന്നതാണ് ഇയാളുടെ രീതി. ആർക്കൊക്കെയാണ് ഹാൻസ് കൈമാറുന്നതെന്ന വിവരം പ്രാഥമികമായ ചോദ്യം ചെയ്യലിൽ തന്നെ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. അതേസമയം മലപ്പുറം പെരിന്തൽമണ്ണ സബ് ജയിലിലേക്ക് കൊണ്ടുവന്ന ലഹരി കേസ് പ്രതി കൈവിലങ്ങുമായി രക്ഷപ്പെട്ടു. 19 ഗ്രാം MDMAയുമായി കൊണ്ടോട്ടി പോലീസ് അറസ്റ്റ് ചെയ്ത തൊട്ടിൽപ്പാലം സ്വദേശി അമീറാണ് രക്ഷപ്പെട്ടത്. പ്രതിയെ ഇന്നലെ വൈകിട്ട് മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ ശേഷം സബ് ജയിലിലേക്ക് കൊണ്ടുവരുമ്പോഴായിരുന്നു സംഭവം. ജയിലിന് പുറത്തുള്ള ഹോട്ടലിൽ വെച്ച് ഭക്ഷണം കഴിക്കാനായി ഒരു കൈയിലെ വിലങ്ങഴിച്ചപ്പോൾ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. പോലീസ് ഇയാളുടെ പിന്നാലെ ഓടിയെങ്കിലും പിടികൂടാൻ കഴിഞ്ഞില്ല. രക്ഷപ്പെട്ട അമീർ നിരവധി കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ വിവിധയിടങ്ങളിൽ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ്, സർക്കിൾ, റേഞ്ച് ഓഫീസുകളുടെ നേതൃത്വത്തിൽ വ്യാപകമായ റെയ്ഡുകളും മിന്നൽ പരിശോധനകളും നടന്നു. ലഹരിമരുന്നിന്റെ ഉറവിടം കണ്ടെത്തുക, അന്തർ സംസ്ഥാന ലഹരിക്കടത്ത് തടയുക, വിപണന ശൃംഖലകൾ തകർക്കുക എന്നിവയ്ക്കൊപ്പം പുതിയ അധ്യയന വർഷം ആരംഭിച്ച പശ്ചാത്തലത്തിൽ സ്കൂൾ, കോളേജ്, പരിസര പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കുകയാണ് ഈ ദൗത്യത്തിലൂടെ എക്സൈസ് ലക്ഷ്യമിടുന്നത്. മുൻകാല ലഹരി കേസുകളിൽപ്പെട്ട പ്രതികളെയും സംശയാസ്പദമായ സാഹചര്യത്തിൽ കാണപ്പെടുന്നവരെയും കേന്ദ്രീകരിച്ച് കർശന നിരീക്ഷണം നടത്തുന്നുണ്ട്. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി പ്രധാന പാതകളിലും അതിർത്തി മേഖലകളിലും എക്സൈസ് രാത്രികാല പട്രോളിംഗും വാഹന പരിശോധനയും ഊർജിതമാക്കി. ട്രെയിനുകൾ വഴിയുള്ള ലഹരിക്കടത്ത് തടയാൻ റെയിൽവേ സ്റ്റേഷനുകളിലും പ്രത്യേക പരിശോധനയുണ്ട്. എന്തായാലും സംസ്ഥാനത്ത് നിരവധി പേരാണ് ഓരോ ദിവസവും ഇത്തരത്തിൽ ലഹരിക്കടത്തുമായി പിടിയിലാവുന്നത്. സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ ഇതിന് ഇരകളായി മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ അന്വേഷണത്തിലാണ് എക്സൈസ്.